ഗൈസ്, അപ്പോൾ നമ്മുടെ 2 മൈക്ക് കളക്ഷൻ്റെ ഇപ്പോൾ ഇനി 1 മൈക്ക് കളക്ഷനാണ്. നമ്മൾ പാർട്ട് 2 ആണ് ഇത്, പാർട്ട് 2. അപ്പം നമ്മുടെ സ്മോൾ മൈക്ക് നമുക്ക് നോക്കാം. ഇത് പിക്ചറോടെ തന്നെ നല്ല ക്യൂട്ടാണത്. നമുക്ക് നന്ന് നോക്കാം. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെത്ര മൈക്രോഫോൺസ് ഒപ്പം വന്നിട്ടുണ്ടെന്നാണ്, മൈക്ക് എത്ര വന്നിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്കിത് അറിയാം 2 മൈക്ക് ഉണ്ടെന്ന്. പിന്നെ കളർ ഏത് കളറായിരിക്കുന്നതാണ് നിങ്ങളൊന്ന് ഗെസ് ചെയ്യും കേട്ടോ. ഏത് കളറായിരിക്കുന്നതാണ് നിങ്ങളൊന്ന് ഗെസ് ചെയ്യണം. ഇത് ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഏതോ ഒരു ടൈപ്പ് കളർ. വെള്ളയല്ല, എന്തായാലും ഒരു ലൈറ്റ് മഞ്ഞയും വെള്ളയും ചേർന്ന് നിൽക്കുന്നൊരു ടൈപ്പ് കളറാണ്. അപ്പോൾ അതെ, ഇതിൽ ഈ സ്പീക്കറിനും മൈക്കിനും ഏത് കളറാണ്, എന്തായാലും സ്പീക്കറിൻ്റെ കളറായിരിക്കും മൈക്കിൻ്റെ കളറായിരിക്കും സ്പീക്കറിനും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തുറന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് കളർ ഏകദേശം മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ? അതെ, നമുക്ക് ഫസ്റ്റ് മൈക്ക് എടുക്കാം. ദേ കണ്ടു നിങ്ങളിത് കാണുക. പൊട്ടും നമുക്ക് സ്പീക്കർ, ഇതിൻ്റെ മെയിൻ സ്പീക്കർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല ഏത് കളറാണ്. ബ്ലൂ കളറാണ്. ഫസ്റ്റ് സ്പീക്കർ മൈക്ക് എഴുതുന്നു. കുഞ്ഞിതീന്ന് ലെറ്റ് ഇസ് ദ സ്വിച്ച് ഉണ്ടായിരുന്നല്ലോ ഇതിൽ. ഡേ സ്വിച്ച് ഇത് തുറക്കാം. നമ്മുടെ കുഞ്ഞ് മൈക്ക് നല്ല രസം കാണാം. ഇതിൽ എങ്ങനെ വർക്കാവുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ബാറ്ററി ഇടണം. ഇത് ഓൾറെഡി ബാറ്ററി ഇട്ടായിരുന്നു തന്നേക്കുന്നത്. അപ്പോൾ പിന്നെ നോ പ്രോബ്ലം, എനിക്ക് ഇരുമ്പ് ഇട്ടാണ്. അത് തന്നെയാണ് ഇതിലും. മൈക്ക് നല്ല ക്യൂട്ടി ബ്യൂട്ടീസ് കുഞ്ഞ് മൈക്കുകളാട്ടത്. എൻ്റെ ഇത് ഇത്ര ഉള്ളൂ. കൈ വെച്ച് നോക്കിയാൽ കറക്റ്റ് ഈ വിരൽ തൊട്ട് ഇവിടം വരെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സ്പീക്കറിലേക്ക് കിടക്കാം. ഇതിലും കുറേ ഏണേകോണ സ്വിച്ചുകളുണ്ട്. ഒരു സ്വിച്ച് ഓണും ഓഫും ചെയ്യാൻ വെച്ചാൽ പോരെ. ഇതിൽ എനിക്കൊരു സ്പെഷ്യാലിറ്റി തോന്നിയ കാര്യം എന്താണെന്നറിയോ? ഇതിൻ്റെ ഇത് ബെൽറ്റിൻ്റെ ഇതുപോലെയില്ലേ, ഞാൻ ഫിറ്റ് ചെയ്തതല്ല, എൻ്റെ കുറ്റമല്ല. മെൽറ്റ് പോലെ തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ കുറേ സ്വിച്ചുകളൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. എങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് സൗണ്ട് കുറയ്ക്കാൻ, ഇത് മ്യൂട്ടാണെന്ന് തോന്നിയിരിക്കുന്നത്, കൂട്ടാൻ സൗണ്ട്. പിന്നെ ഇതെന്ത് ലൈറ്റിൻ്റെ പ്രകാശം, പിന്നെ ഇത് ഓഫും ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഇത് മൈക്കിൻ്റെ എന്തോ ശബ്ദം, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം ഇത് ഈ കളറ് ഭയങ്കര ഇഷ്ടം. മൈക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കളറ് തന്നെയാണ്. നമുക്കിത് ഒരു മൈക്ക് കണക്ട് ചെയ്യാം. നമുക്കിതിൽ ഇവിടെ ബ്ലൂ ലൈറ്റ് വന്നാൽ കണക്ട് ചെയ്യാം. ഇതേ ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട്. ഹലോ കണ്ടോ? ഇതിന് ഇത്തിരി ശബ്ദം കൂടുതലാണ്. നമുക്ക് ഇത്തിരി ശബ്ദം കുറച്ച് വയ്ക്കാം. ആവുന്നില്ലേ? ഹലോ, സൗണ്ട് കൂടിയ. ഹലോ, നമ്മൾ അതിനനുസരിച്ച് ശബ്ദം അഡ്ജസ്റ്റ് ചെയ്യണം. ലൈറ്റ് ഉണ്ട്, കുറേ സ്വിച്ചുകളുണ്ട്. ഞാൻ അതിൽ ഈ സ്വിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ഇതിങ്ങനെ വരുമോ? എനിക്കിത് സത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല. പെട്ടിയിൽ ഇങ്ങനെ കാണിച്ചേക്കുന്ന ലൈറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിലെന്താ ഇങ്ങനെ വരാത്തത്? പക്ഷേ എനിക്ക് ആദ്യം വന്നതിന് ഇഷ്ടമായി. ഇങ്ങനെയൊക്കെ കളർ വരുന്ന പുള്ളി സാധനം ബ്ലാക്ക്. പക്ഷെ ഇതിൽ ഹലോ, ഇത് നമ്മുടെ നോർമൽ ലൈറ്റ്. എനിക്കിത് എല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറുണ്ട്. എനിക്ക് ഈ കാര്യം ഇതുവരെ അറിയാൻ പാടില്ല. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ചാർജ് കുത്തിയിടാൻ, ഇത് ഫോണിൽ കണക്ട് ചെയ്യും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
പെൺഡ്രൈവ് ആയിട്ടാണ് നമ്മളിതിനെ ഈ സാധനത്തിൻ്റെ ചെവിയിൽ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒച്ചയ്ക്ക് പറഞ്ഞാൽ ചെവി അടിച്ചു പോകും. അത് വേറൊരു സത്യം. അപ്പം അതിങ്ങനെ തൂക്കിയെടുക്കാം. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, അപ്പം നമുക്ക് ഇതും കൂടി കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂ ലൈറ്റ് ആകുമ്പോൾ ബ്ലൂ ലൈറ്റ് ആയിട്ട് ഹലോ 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 ഹലോ. ഇതാണ് നമ്മുടെ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത്. രണ്ട് സ്ഥലത്തുണ്ട് ചാർജ് ചെയ്യുന്ന സ്ഥലം. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നല്ല രസമുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ബ്ലൂ ലൈറ്റ് പോയാൽ ഓഫ് കുറഞ്ഞ ബുദ്ധിമുട്ടില്ല. ഇനി ഇതും ഓക്കെ. നമുക്കിനി ഇതൊന്ന് കവറിലിട്ട് അതായത് നമ്മളെല്ലാം കവറിലിട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടിൻ്റെ ഉള്ളിലത്തെ വിഷയത കാര്യങ്ങളൊക്കെ നോക്കാം. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഈ ഒരു പേപ്പർ, ഇതിൻ്റെ മൈക്കിൻ്റെ ഓരോ സ്വിച്ചുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് കൊറിയൻ ഭാഷയാണോ ഇംഗ്ലീഷ് ഭാഷയാണോ? ഇത് കൊറിയൻ ആണെന്ന് തോന്നുന്നു. എന്ത് ഭാഷയായിട്ടാണ് ഇത് തോന്നുന്നത്? ക്ലിയർ ആയിട്ടില്ല ചിലപ്പോൾ. ഇത് ഇംഗ്ലീഷാണ്, പച്ച ഇംഗ്ലീഷാണ്. ഉയ്യോ പോയി പിന്നെ ഇതിലൊരു വലിയ പുസ്തകമുണ്ട്. ഇത് അടച്ചേക്ക് 1 മണിക്കൂർ എടുക്കും. ഒരു വായിച്ചെടുക്കാൻ 1 മണിക്കൂർ, 1 മണിക്കൂറിലായിരുന്നു വെറുതെ വേണ്ടി വരും. ഇതൊന്ന് ചുരുക്കാൻ 1 മണിക്കൂർ വേണ്ടി വരും. അപ്പം ഞാൻ ചുരുക്കിയിട്ട് തരാം. അതേ ചുരുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതിലൊരു കാര്യം. ഇങ്ങനെ പറയ്ക്കുക കുട്ടിക്കുക, പറയ്ക്കുക കുട്ടിക്കുക, പറയ്ക്കുക കുട്ടിക്കുക. ഇതൊരു സുഖമാണെന്നറിയാം ചെയ്യാനായിട്ട്. ഇത് കിട്ടിയ പിന്നെ ഞാൻ ഇപ്പം ഇത് തുറന്നാൽ ഇത് വെച്ചാൽ പിന്നെ ഇത് ചാർജ് കുത്തിയിടുന്ന സാധനം. ചാർജ് കുത്തി എനിക്കുണ്ടോ പെട്ടി കാലിയായിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ പെട്ടിൻ്റെ ഉള്ളൊന്ന് വെച്ചിട്ട് വരാം. ഞാൻ ഗൈസ് നമ്മുടെ 2 മൈക്സും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് മൈക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ആൻഡ് താങ്ക് യു. എന്നെ ഇത്ര എൻ്റെ വായ ഇങ്ങനെ കളകള കേട്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ബൈ.